നമ്പർ റിലേഷൻ എന്ന പാഠഭാഗത്തിലെ അവസാനത്തെ പേജാണ് 110. അതിൽ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് ഇന്ന് കണ്ടെത്താൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന 5 നാലക്ക സംഖ്യകൾ ഏതൊക്കെയാണ്? 3624, 3625, 3626, 3630 എന്നീ സംഖ്യകൾ 2, 4, 5, 10 എന്നീ സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവിസിബിൾ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആണെങ്കിൽ അത് ഏതൊക്കെ സംഖ്യയാണെന്ന് എഴുതണം, അല്ലെങ്കിൽ അതിന്റെ റിമൈൻഡർ കണ്ടുപിടിക്കണം. ആദ്യത്തെ ചോദ്യം നോക്കാം. 3624, 2 എന്ന സംഖ്യ എടുക്കാം. 2 എന്ന സംഖ്യ 3624 ഡിവിസിബിൾ ആണോ അല്ലയോ എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇവിടെ നോക്കാം. 3624 അവസാനത്തെ സംഖ്യ എന്താണ്? 4 ആണ്. അപ്പോൾ 4 എന്ന സംഖ്യയെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ എന്നാണ് നോക്കേണ്ടത്. 4 ഹരിക്കണം 2 എത്രയാണ് വരുന്നത്? 2 ഇൻറ്റു 2 ആണ് 4 വരുന്നത്. റിമൈൻഡർ എന്തായിരിക്കും വരുന്നത്? 0 ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ കഴിയും? ഒന്നാമത്തെ ചോദ്യത്തിന് ആൻസർ ആയിട്ട് ഇങ്ങനെ പറയാം. ദ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 2 ബിക്കോസ് ഇറ്റ്സ് ലാസ്റ്റ് ഡിജിറ്റ് ഈസ് 4 വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ 2. നമ്മൾ പഠിച്ച കാര്യമാണ്. ഒരു സംഖ്യയെ 2 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്നറിയാൻ വേണ്ടി എന്താണ് ചെയ്യുന്നത്? അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. അതിന്റെ റിമൈൻഡർ 0 ആണ് കിട്ടുന്നതെങ്കിൽ ആ സംഖ്യ 2ന് ഡിവിസിബിൾ ആണെന്ന് പറയാം. അടുത്തത് 4 എന്ന സംഖ്യ കൊണ്ടാണ് നോക്കുന്നത്. 3624 4 പൂർണ്ണമായിട്ട് ഡിവിസിബിൾ ആണോ അല്ലയോ? എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ഓർമ്മയുണ്ടോ? ഇവിടെ നോക്കുന്നത് അവസാനത്തെ 2 അക്കങ്ങളാണ്. 24 എന്തായിരിക്കണം? 4ന് പൂർണ്ണമായിട്ട് ഡിവിസിബിൾ ആണോ എന്നാണ് ആദ്യം നോക്കേണ്ടത്. 24 ഈക്വൽ ടു എന്താണ് വരുന്നത്? 6 ഇൻറ്റു 4 ആണ് വരുന്നത് അല്ലേ? റിമൈൻഡർ വരുന്നുണ്ടോ? ഇല്ല. റിമൈൻഡർ വരുന്നത് എന്താണ്? 0 ആണ്. ദ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 4 ബിക്കോസ് ദ ലാസ്റ്റ് 2 ഡിജിറ്റ് ഈസ് 24 വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ 4. നമ്പർ എന്താണ്? 4 കൊണ്ട് ഡിവിസിബിൾ ആണ്. എന്തുകൊണ്ടാണ്? ലാസ്റ്റ് നമ്പറായ 24 4 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ റിമൈൻഡർ വരുന്നത് 0 ആണ്. അപ്പോൾ പൂർണ്ണമായി ഡിവിസിബിൾ ആണെന്ന് പറയാം. അടുത്ത സംഖ്യ എടുക്കാം. 5 കൊണ്ടാണ് ഡിവിസിബിൾ ആണോ എന്ന് നോക്കേണ്ടത്. 5 കൊണ്ട് ഡിവിസിബിൾ ആണോ അല്ലയോ എന്ന് അറിയാൻ എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇവിടെ വരുന്ന സംഖ്യ എന്താണ്? 3624 ആണ്. ഒരു സംഖ്യയെ 5 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ കഴിയണമെങ്കിൽ അവസാനത്തെ സംഖ്യ എന്തായിരിക്കണം? 5 ആയിരിക്കണം, അല്ലെങ്കിൽ 0 ആയിരിക്കണം. അങ്ങനെയല്ലേ പഠിച്ചത്? 0 ആയിരിക്കണം, അല്ലെങ്കിൽ എന്തായിരിക്കണം? 5 ആയിരിക്കണം. അത് 5ന്റെ ഗുണിതം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. 1 ഇൻറ്റു 5 എത്രയാണ്? 5 ആണ് വരുന്നത്. 2 ഇൻറ്റു 5 10. അപ്പോൾ എന്താണ് വരുന്നത്? 0. 3 ഇൻറ്റു 5 15. അപ്പോൾ വരുന്നത് എന്താണ്? 5. അപ്പോൾ ഗുണിതങ്ങളിലൊക്കെ എന്തായിരിക്കും വരുന്നത്? 5 0 5 0 എന്നിങ്ങനെയായിരിക്കും വരുന്നത്. അതുകൊണ്ടാണ് 0 അല്ലെങ്കിൽ എന്തായിരിക്കണം? 5 ആയിരിക്കണം. അങ്ങനെയുള്ള സംഖ്യകളെ മാത്രമേ 5 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവിസിബിൾ ആക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാം. ദ നമ്പർ ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 5 ബിക്കോസ് ഓൺലി നമ്പേഴ്സ് എൻഡിങ് വിത്ത് 0 ഓർ 5 ആർ ഡിവിസിബിൾ ബൈ 5. മനസ്സിലായില്ലേ? ഈ സംഖ്യ 3624 എന്ന സംഖ്യയെ 5 കൊണ്ട് പൂർണ്ണമായി ഡിവൈഡ് ചെയ്യാൻ കഴിയില്ലെങ്കിൽ അതിന്റെ റിമൈൻഡർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? 5 എന്ന സംഖ്യ നോക്കുമ്പോൾ എന്താണ്? അവസാനത്തെ ഡിജിറ്റ് ആണ് നോക്കുക. അവസാനത്തെ ഡിജിറ്റ് എത്രയാണ്? 4 ആണ്. 4 എന്ന സംഖ്യ 5നേക്കാൾ കുറവാണെങ്കിൽ എന്തായിരിക്കും? ആ സംഖ്യ തന്നെയായിരിക്കും എന്ത്? അതിന്റെ റിമൈൻഡർ. ഇവിടെയുള്ള സംഖ്യ എന്താണ്? 5നേക്കാൾ കൂടുതലാണെങ്കിൽ എന്താണ് ചെയ്തിരുന്നത്? ഇവിടെ 7 ആണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യുന്നു? 7ൽ നിന്ന് 5 കുറയ്ക്കുകയാണ് ചെയ്തിരുന്നത്. അത് പഠിച്ച കാര്യമാണ്, ആരും മറന്നു പോകരുത്. അത് ഇവിടെ നമുക്ക് നോക്കാം. 3624 എന്ന സംഖ്യയാണ് വരുന്നത് അല്ലെ? അതെങ്ങനെയാണ് വരുന്നത്? 4 ഇൻറ്റു 5 ആണ് 20 വരുന്നത്. ബാക്കി വരുന്നത് എത്രയാണ്? +4. അപ്പോൾ 4 ആയിരുന്നു എന്ത്? റിമൈൻഡർ. അപ്പോൾ ഇവിടെ വരുന്ന റിമൈൻഡർ എന്താണ്? 4 ആണ്. അപ്പോൾ നമുക്ക് എഴുതാം റിമൈൻഡർ ഈസ് 4. ദ റിമൈൻഡർ ഈസ് 4 ബിക്കോസ് ദ ലാസ്റ്റ് ഡിജിറ്റ് ഈസ് ലെസ് ദാൻ 5. അടുത്തായിട്ട് ചെയ്യുന്നത് 3624നെ 10 കൊണ്ട് ഹരിച്ചു നോക്കുകയാണ്. കാരണം ഇത് ഡിവിസിബിൾ ആണോ അല്ലയോ എന്നറിയണം. എന്തായിരുന്നു പഠിച്ചത്? ഒരു സംഖ്യയെ 10 കൊണ്ട് പൂർണ്ണമായ ഡിവിസിബിൾ ആയിരിക്കണമെങ്കിൽ അവസാനത്തെ സംഖ്യ എന്തായിരിക്കണം? 0 ആയിരിക്കണം. എങ്കിൽ മാത്രമേ ആ സംഖ്യയെ 10 കൊണ്ട് പൂർണ്ണമായി ഡിവൈഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ.
അപ്പോൾ ആദ്യത്തെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാം. ദ നമ്പർ ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 10 ബിക്കോസ് ഓൺലി ദ നമ്പേഴ്സ് എൻഡിങ് വിത്ത് 0 ആർ ഡിവിസിബിൾ ബൈ 10. റിമൈൻഡർ ഈസ് ഈക്വൽ ടു 4. എന്തുകൊണ്ടാണ് റിമൈൻഡർ 4 ആവുന്നത്? ഒരു സംഖ്യയെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അവസാനത്തെ നമ്പർ ആയിരിക്കണം അതിന്റെ റിമൈൻഡർ. ഇവിടെ 3624നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക 362 ഇൻറ്റു 10 എത്രയാണ് വരുന്നത്? 3620 ആണ്. അപ്പോൾ ബാക്കി വരുന്നത് എത്രയാണ്? 4 ആണ് അല്ലേ? അപ്പൊ നമുക്കിങ്ങനെ എഴുതാം 3624 ഈക്വൽ ടു 362 ഇൻറ്റു 10 പ്ലസ് 4. റിമൈൻഡർ എത്രയാണ് വരുന്നത്? 4 ആണ്. അപ്പോൾ ഇങ്ങനെ എഴുതാൻ സാധിക്കും. എനി നമ്പർ ഡിവൈഡിങ് ബൈ 10 ദ റിമൈൻഡർ വിൽ ബി ദ ലാസ്റ്റ് ഡിജിറ്റ്. 2, 4, 5, 10 എന്നീ സംഖ്യകൾ കൊണ്ട് എങ്ങനെയാണ് ഡിവിസിബിൾ ആണോ അല്ലെങ്കിൽ അതിന്റെ റിമൈൻഡർ എങ്ങനെയാണോ കണ്ടുപിടിക്കുന്നതെന്നൊക്കെ മനസ്സിലായി. അടുത്തത് 3625 എന്ന സംഖ്യയാണ്. അത് ഡയറക്റ്റ് ആയിട്ട് ചെയ്ത് നോക്കാം. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാതെ നമുക്ക് അതിന്റെ ഉത്തരം കണ്ടുപിടിക്കാം. 3625 ആദ്യമായി 2 കൊണ്ടാണ് ഡിവിഷൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കുന്നത്. ലാസ്റ്റ് ഡിജിറ്റായ 5 ആണ് നോക്കേണ്ടത്. 5 2മായിട്ട് ഡിവിസിബിൾ ആണോ അല്ലയോ എന്ന് നോക്കുക. അപ്പം നമുക്കറിയാം പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ആൻസർ ഇതായിരിക്കും. ദ നമ്പർ ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 2 ബിക്കോസ് ദ ലാസ്റ്റ് ഡിജിറ്റ് 5 ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 2. ഇനി എന്താണ് കാണേണ്ടത്? 3625നെ 2 കൊണ്ട് ഹരിക്കുമ്പോഴുണ്ടാവുന്ന റിമൈൻഡർ കാണണം. 2 കൊണ്ട് ഒരു സംഖ്യയെ ഹരിക്കുമ്പോൾ അതിന്റെ റിമൈൻഡർ 1 ആയിരിക്കും അല്ലെങ്കിൽ 0 ആയിരിക്കും. ഇവിടെ എന്താണ്? 5 ആണ് വരുന്നത്. 2 ഇൻറ്റു 2 4, ബാക്കി വരുന്നത് എന്താണ്? 1 ആണ്. ആൻസർ നോക്കാം. റിമൈൻഡർ ഈസ് 1 ബിക്കോസ് ദ ലാസ്റ്റ് ഡിജിറ്റ് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 2. അടുത്തതായി 3625നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. ലാസ്റ്റ് 2 ഡിജിറ്റ് ആണ് എടുക്കേണ്ടത്. ഇവിടെ 25 ആണ് വരുന്നത്. 25 4മായിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ? ഇല്ല അല്ലേ? 6 ഇൻറ്റു 4 24 ആണ്. അപ്പോൾ പൂർണ്ണമായിട്ട് ഡിവിസിബിൾ അല്ല. അതുകൊണ്ട് ആൻസർ ഇങ്ങനെ എഴുതാം. The number is not divisible by 4 because the last 2 digit 25 is not divisible by 4. So, റിമൈൻഡർ കാണണം. റിമൈൻഡർ കാണാൻ വേണ്ടി ഞാൻ റൈറ്റ് സൈഡിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. 25 ഈക്വൽ ടു 6 ഇൻറ്റു 4 പ്ലസ് 1. അപ്പോൾ റിമൈൻഡർ എന്താണ്? 1 ആണ്. നമുക്ക് എഴുതാം. റിമൈൻഡർ ഈസ് 1 ബിക്കോസ് ദ റിമൈൻഡർ ഓൺ ഡിവൈഡിങ് ദ ലാസ്റ്റ് 2 ഡിജിറ്റ് ഓഫ് ദ നമ്പർ ബൈ 4. അടുത്തത് വരുന്നത് 5 ആണ്. വളരെ സിമ്പിൾ ആണ് അല്ലേ? ലാസ്റ്റ് ഡിജിറ്റ് വരുന്നത് 5 ആണ്. അതുകൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. നമുക്ക് ആൻസർ ഇങ്ങനെ എഴുതാം. ദ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 5 ബിക്കോസ് ദ ലാസ്റ്റ് ഡിജിറ്റ് ഈസ് 5. ദ നമ്പർ എൻഡിങ് വിത്ത് 0 ആൻഡ് 5 ആർ ഡിവിസിബിൾ ബൈ 5. അതിന്റെ കാരണം ഇതാണ്. നമ്പർ എൻഡിങ് 0 അല്ലെങ്കിൽ 5 ആണെങ്കിൽ അത് 5 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. അടുത്തത് വരുന്നത് 10 ആണ്. ഇവിടെയും നോക്കുന്നത് ലാസ്റ്റ് ഡിജിറ്റ് ആണ്. ലാസ്റ്റ് ഡിജിറ്റ് 0 ആണെങ്കിൽ മാത്രമേ 10 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ആൻസർ നോക്കാം. ദ നമ്പർ ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 10 ബിക്കോസ് ദ ലാസ്റ്റ് ഡിജിറ്റ് ഈസ് നോട്ട് 0. അപ്പോൾ റിമൈൻഡർ എന്തായിരിക്കും? ദ റിമൈൻഡർ ഈസ് 5 ബിക്കോസ് ദ ലാസ്റ്റ് ഡിജിറ്റ് ഈസ് ദ റിമൈൻഡർ. ഇത് ചെയ്തു നോക്കാതെ തന്നെ കണ്ടുപിടിക്കാം. ഒരു സംഖ്യയെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അവസാനത്തെ സംഖ്യ 0 അല്ലെങ്കിൽ ഏതാണ് വരുന്നത് ആ സംഖ്യയായിരിക്കും റിമൈൻഡർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം വരുന്നത് 3626 ആണ്. ആദ്യമായി 2 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് നോക്കണം. അവസാനത്തെ സംഖ്യയായ 6 2 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്നായിരുന്നു നോക്കിയിരുന്നത്. 6 ഈക്വൽ ടു 3 ഇൻറ്റു 2. ഇവിടെ റിമൈൻഡർ ഉണ്ടാകുന്നില്ല. ആൻസർ ഇതാണ്. The number is divisible by 2 because the last digit 6 is divisible by 2. അടുത്തായിട്ട് 4 ഡിവിസിബിൾ ആണോ എന്ന് നോക്കാം. അതിന് അവസാനത്തെ 2 ഡിജിറ്റ് നമ്പർ ആണ് നോക്കുന്നത്. 26 ആണ് ഇവിടെ വരുന്നത്. 26 ഈസ് ഈക്വൽ ടു വരുന്നത് 6 ഇൻറ്റു 4 പ്ലസ് 2 ആണ്. അപ്പോൾ ഇവിടെ എന്താണ്? 2 റിമൈൻഡർ വരുന്നുണ്ട്. അതുകൊണ്ട് the number is not divisible by 4 because the last 2 digit 26 is not divisible by 4. റിമൈൻഡർ കിട്ടിയത് എന്താണ്? 2 ആണ്. ദ റിമൈൻഡർ ഈസ് 2 ബിക്കോസ് ദ റിമൈൻഡർ ഈസ് ഡിവൈഡിങ് ലാസ്റ്റ് 2 ഡിജിറ്റ് ബൈ 4. അടുത്തത് 5മായിട്ട് ഡിവിസിബിൾ ആണോ എന്ന് നോക്കണം. ഇവിടെയും അവസാനത്തെ ഡിജിറ്റ് ആണ് നോക്കുന്നത്. അവസാനത്തെ ഡിജിറ്റ് 0 അല്ലെങ്കിൽ 5 ആയിരിക്കണം. എങ്കിൽ മാത്രമേ 5 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവിസിബിൾ ആകുകയുള്ളൂ. ദ നമ്പർ ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 5 ബിക്കോസ് ഓൺലി നമ്പേഴ്സ് എൻഡിങ് വിത്ത് 0 ആൻഡ് 5 ആർ divisible by 5.
റിമൈൻഡർ ഈസ് ഈക്വൽ ടു 1. അതിന്റെ റീസൺ എന്താണ്? ദ ലാസ്റ്റ് ഡിജിറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5. ദ റിമൈൻഡർ ഈസ് 5 സബ്ട്രാക്റ്റഡ് ഫ്രം ദ ലാസ്റ്റ് ഡിജിറ്റ്. പഠിച്ചതല്ലേ? ലാസ്റ്റ് ഡിജിറ്റ് 5 അതിൽ കൂടുതലോ ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ആ സംഖ്യയിൽ നിന്ന് 5 മൈനസ് ചെയ്താൽ മതി. ഇവിടെ 6 ലാസ്റ്റ് ഡിജിറ്റ്. അപ്പോൾ 6ൽ നിന്ന് 5 കുറച്ചാൽ കിട്ടുന്നത് 1. അതായിരിക്കും റിമൈൻഡർ. അവസാനമായി നോക്കുന്നത് 10 കൊണ്ടാണ്. ഇവിടെ നമുക്കറിയാം ലാസ്റ്റ് ഡിജിറ്റ് വരുന്നത് 0 അല്ല, അതുകൊണ്ട് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് റിമൈൻഡർ എന്തായിരിക്കും? അവസാനത്തെ സംഖ്യ 6 ആയിരിക്കും. ദ നമ്പർ ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 10 ബിക്കോസ് ദ ലാസ്റ്റ് ഡിജിറ്റ് ഈസ് നോട്ട് 0. ദ റിമൈൻഡർ ഈസ് 6 ബിക്കോസ് ദ ലാസ്റ്റ് ഡിജിറ്റ് ഈസ് ദ റിമൈൻഡർ. അടുത്ത ചോദ്യം 3610 ആണ്. ദിസ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 2 ബിക്കോസ് ദ ലാസ്റ്റ് ഡിജിറ്റ് ഈസ് 0. അടുത്തത് വരുന്നത് 4 ആണ്. ദിസ് നമ്പർ ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 4 ബിക്കോസ് ദ ലാസ്റ്റ് 2 ഡിജിറ്റ് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 4. 10നെ 4 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. റിമൈൻഡർ ഈസ് 2. എങ്ങനെയാണ് 2 വരുന്നത്? 10 ഈക്വൽ ടു 2 ഇൻറ്റു 4 പ്ലസ് 2. 4 ഇൻറ്റു 2 8 ആണ്. 8ൻ്റെ കൂടെ 2 കൂട്ടിയാലാണ് 10 വരുന്നത്. അപ്പോൾ റിമൈൻഡർ എന്താണ്? 2 ആണ്. അടുത്ത സംഖ്യ വരുന്നത് 5 ആണ്. ദിസ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 5 ബിക്കോസ് ദ ലാസ്റ്റ് ഡിജിറ്റ് ഈസ് 0. നമുക്കറിയാം 0, 5 വരുമ്പോഴാണ് പൂർണ്ണമായിട്ട് ഡിവിസിബിൾ ചെയ്യാൻ കഴിയുന്നത്. അവസാനമായിട്ട് വരുന്നത് 10 ആണ്. ദ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 10 ബിക്കോസ് ദ ലാസ്റ്റ് ഡിജിറ്റ് ഈസ് 0. ലാസ്റ്റ് ഡിജിറ്റ് 0 വരുമ്പോൾ മാത്രമാണ് 10 കൊണ്ട് ഡിവിസിബിൾ ആയിട്ട് വരുന്നത്. 3610ന്റെ ജസ്റ്റ് ഒന്ന് ആൻസർ മാത്രം ഞാൻ പറഞ്ഞു പോയതാണ്. നിങ്ങൾ മുൻപത്തെ കണക്ക് ചെയ്തതുപോലെ തന്നെ വളരെ എക്സ്പ്ലെയിൻഡ് ആയിട്ട് എഴുതുക. ഇൻ എനി 5 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് വൺ ഓഫ് ദം വിൽ ബി ഡിവിസിബിൾ ബൈ 5. എക്സ്പ്ലെയിൻ വൈ ദിസ് ഈസ് സോ. അതായത് തുടർച്ചയായ 5 നമ്പറുകളിൽ, അതായത് എണ്ണൽ സംഖ്യകളിൽ അതിൽ ഒന്ന് എന്തായിരിക്കും? 5ന്റെ ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പർ ആയിരിക്കും. അതിന്റെ ആൻസർ ഇങ്ങനെയാണ് വരുന്നത്. ഇൻ എനി ഗ്രൂപ്പ് ഓഫ് 5 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് വൺ ഓഫ് ദം വിൽ ഓൾവേസ് ബി എ മൾട്ടിപ്പിൾ ഓഫ് 5. റീസൺ അതാണ്. തുടർച്ചയായിട്ടുള്ള എണ്ണൽ സംഖ്യകളിൽ ഒന്ന് 5ന്റെ മൾട്ടിപ്ലൈ ആയിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ നോക്കുക. 2, 3, 4, 5, 6 5 വരുന്നുണ്ട്. 12, 13, 14, 15, 16 ഇതിലേതാണ് നമ്പർ വരുന്നത്? 15. 15 5ന്റെ ഗുണിതങ്ങളിൽ ഒന്നാണ്. അടുത്തത് നോക്കുന്നത് 28 മുതൽ 32 വരെയുള്ള 5 നമ്പേഴ്സ് ആണ്. അതിലേതാണ് വരുന്നത്? 30. 30 5ന്റെ ഗുണിതങ്ങളിൽ ഒന്നാണ്. 6 ഇൻറ്റു 5 30 വരുന്നത്. അങ്ങനെ ഏത് തുടർച്ചയായിട്ടുള്ള സംഖ്യകൾ എടുത്തു കഴിഞ്ഞാലും അതിലൊന്ന് 5 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. അതിന്റെ റീസൺ എന്താണ്? 5ന്റെ മൾട്ടിപ്ലൈയിൽ വരുന്ന ഒരു സംഖ്യ എന്തായിരിക്കും? ആ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിൽ ഉണ്ടായിരിക്കും. മൂന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. 3 ഡിജിറ്റ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഡിജിറ്റുകൾ വരുന്ന സംഖ്യകൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ റിമൈൻഡർ കിട്ടാൻ വേണ്ടി അവസാനത്തെ 3 അക്ക സംഖ്യകളെ ഡിവൈഡ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്ന് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നുണ്ട്. അതിന്റെ കാരണം ഇതാണ്. 3ൽ കൂടുതൽ സംഖ്യകൾ വരുമ്പോൾ എന്താണ്? 1000 എടുക്കുക. 1000 is divisible by 8. So, any numbers that more than 1000 will not affect the remainder. You will get the remainder by dividing last 3 numbers by 8. 3 ഡിജിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? 7, 8, 9 എന്നീ തുടങ്ങിയ സംഖ്യകളാണ്. അതെന്ത് ചെയ്താലും മതി? 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ കിട്ടും. 4 വരുന്ന സംഖ്യകൾ എടുക്കാം. 4 വരുന്ന സംഖ്യകളിൽ ആദ്യം വരുമ്പോൾ എന്താണ്? 1000 ആണ് വരുന്നത്. 1000 എന്ന് പറയുന്ന സംഖ്യ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 125 ഇൻറ്റു 8 വരുന്നത്. അതായത് 125നെ 8 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ എന്താണ് കിട്ടുന്നത്? 1000 കിട്ടുന്നത്. അപ്പോൾ 1000നെ 8 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവിസിബിൾ ചെയ്യാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ 1000ൽ കൂടുതൽ വരുന്നത് ഇപ്പോൾ ശ്രദ്ധിച്ചോളുക. 1007 എന്ന് പറയുന്ന ഒരു സംഖ്യയാണ് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടതെന്ന് കരുതുക. അപ്പോൾ എന്താണ്? ഇവിടെ വരുന്ന 1000 പൂർണ്ണമായിട്ട് ഡിവിസിബിൾ ആണ്. ബാക്കി വരുന്നത് എന്താണ്? 7 ആണ്. അപ്പോൾ റിമൈൻഡർ എന്തായിരിക്കും? 7 ആയിരിക്കും. എന്താണ്? 1000 പൂർണ്ണമായിട്ട് ഡിവിസിബിൾ ആയതുകൊണ്ട് 1000ന്റെ മുകളിൽ വരുന്ന സംഖ്യകൾ നോക്കിയാൽ മതി. ഇപ്പോൾ ഉദാഹരണത്തിന് 1170 എന്ന ഒരു സംഖ്യയാണ് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടതെന്ന് കരുതുക. ഇവിടെ എങ്ങനെ മാറ്റി എഴുതാം? 1170 ഈക്വൽ ടു എന്താണ്? 125 ഇൻറ്റു 8 പ്ലസ് 170 ആണ്. മനസ്സിലായില്ലേ? 125 ഇൻറ്റു 8 എന്ന് പറയുന്നത് എന്താണ്? 1000 ആണ്. ബാക്കി വരുന്നത് എത്രയാണ്? 170 ആണ്. അതായത് അവസാനത്തെ 3 സംഖ്യകളാണ്. എന്ത് ചെയ്താൽ മതി? 170നെ 8 കൊണ്ട് ഹരിച്ചാൽ മതി. മനസ്സിലായില്ലേ? അപ്പോൾ 170നെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ എന്തെടുക്കാം? ആദ്യം 20 ഇൻറ്റു 8 എന്നെടുക്കാം. 20ന്റെ 8 എത്രയാണ്? 160 ആണ്. പ്ലസ് 10 ബാക്കി വരും. അപ്പോൾ 10 എന്താണ്? വീണ്ടും നമുക്ക് മാറ്റി എഴുതാം. 20 ഇൻറ്റു 8 പ്ലസ്
10 എന്ത് എഴുതാം? 1 ഇൻറ്റു 8 പ്ലസ് 2. അപ്പോൾ ഇവിടെ ടോട്ടൽ എത്ര വരും? 21 ഇൻറ്റു 8 വരും. റിമൈൻഡർ എന്താണ് വരുന്നത്? 2 ആണ്. 1170നെ 8 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാലും 170നെ 8 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാലും റിമൈൻഡർ എന്താണ് വരുന്നത്? 2 ആണ് വരുന്നത്. ഈ മൊത്തം സംഖ്യ ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? 3 സംഖ്യകൾ മാത്രം ചെയ്താൽ മതി. ഇനിയിപ്പോൾ 4 സംഖ്യകളായാലും ഇവിടെ ഇപ്പോൾ 4 അക്ക സംഖ്യയാണ് നമ്മൾ എടുത്തു നോക്കിയത്. ഇനിയിപ്പോൾ ഒരു 5 അക്ക സംഖ്യ വന്നു കഴിഞ്ഞാലും 6 അക്ക സംഖ്യ വന്നു കഴിഞ്ഞാലും ഒക്കെ തന്നെ എന്താണ്? അവസാനത്തെ 3 അക്കങ്ങളുടെ റിമൈൻഡർ കണ്ടാൽ മതി.